First question, which of the following is a weakest bond? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏറ്റവും വീക്കസ്റ്റ് ബോണ്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻസ് ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട്, വാൻ ഡെർ വാൾസ് ബോണ്ട്. ആൻസർ is വാൻ ഡെർ വാൾസ് ബോണ്ട്. Second question, enzyme that catalyze condensation reaction in which two atoms are joined. താഴെ തന്നിരിക്കുന്നതിൽ ഏത് എൻസൈം ആണ് രണ്ട് ആറ്റം തമ്മിൽ കൂടിച്ചേരുന്നതിന് വേണ്ടി സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻസ് ലൈഗേസസ്, സിന്തേസസ്, ബോത്ത്, നൺ ഓഫ് ദി അബവ്. ആൻസർ ഈസ് ലൈഗേസസ്. Third question, which of the following is not a aromatic amino acid? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആരോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഫിനൈലലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, സെറിൻ. ആൻസർ ഈസ് സെറിൻ. ബാക്കി മൂന്നെണ്ണം ആരോമാറ്റിക് അമിനോ ആസിഡിൻ്റെ എക്സാമ്പിൾ ആണ്. ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിൽ ആരോമാറ്റിക് റിംഗ് പ്രസൻ്റ് ആയിരിക്കും. Fourth question, the bond in protein structure that are not broken on denaturation. പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ ഡീനാച്ചുറേഷനിൽ ഇത് ബോണ്ടായിരിക്കും ബ്രേക്ക് ചെയ്യാണ്ട് പ്രസൻ്റ് ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഹൈഡ്രജൻ, പെപ്റ്റൈഡ്, അയണിക്, ഡൈസൾഫൈഡ്. ആൻസർ ഈസ് പെപ്റ്റൈഡ്. Fifth question, which of the following is a table sugar? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ടേബിൾ ഷുഗർ? ആൻസർ ഓപ്ഷൻ ലാക്ടോസ്, സുക്രോസ്, ഫ്രക്ടോസ്, ഇൻവേർട്ട് ഷുഗർ. ആൻസർ ഈസ് സുക്രോസ്. സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് മോളിക്യൂൾ ആണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടാണ് സുക്രോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. Sixth question, the hormone glucagon dash the glucose. Answer options release, inhibit, no effect, none. Answer is release. The hormone glucagon release the glucose. ഹോർമോൺ ആയിട്ടുള്ള ഗ്ലൂക്കഗോൺ ആണ് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇത് പാൻക്രിയാസിലെ ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Seventh question, which of the following vitamin cannot be synthesized by human body? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വൈറ്റമിൻ ആണ് ഹ്യൂമൻ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്തത്? ആൻസർ ഓപ്ഷൻ ബി, സി, ഡി, എ. ആൻസർ ഈസ് സി. വൈറ്റമിൻ സി ആണ് ഹ്യൂമൻ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്തത്. ഇതൊരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്, മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. പക്ഷേ ഇത് നമുക്ക് അതർ സോഴ്സിൽ നിന്നാണ് കിട്ടുക, ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ കഴിവില്ല. Eighth question, the following is a non-protein amino acid. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ പ്രോട്ടീൻ അമിനോ ആസിഡിന് എക്സാമ്പിൾ? ആൻസർ ഓപ്ഷൻ ഓർണിത്തൈൻ, ഹോമോസിസ്റ്റീൻ, ഹിസ്റ്റമിൻ, ഓൾ. ആൻസർ ഈസ് ഓർണിത്തൈൻ. ഓർണിത്തൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റോള് യൂറിയ സൈക്കിളിലാണ് ഉള്ളത്. നോൺ പ്രോട്ടീൻ അമിനോ ആസിഡിൽ പ്രോട്ടീൻ പ്രസൻ്റ് ആയിരിക്കില്ല. നോൺ പ്രോട്ടീൻ അമിനോ ആസിഡ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽഫ നോൺ പ്രോട്ടീൻ അമിനോ ആസിഡും ബീറ്റ നോൺ പ്രോട്ടീൻ അമിനോ ആസിഡും. അതിൽ ഓർണിത്തൈൻ എന്ന് പറയുന്നത് ആൽഫ നോൺ പ്രോട്ടീൻ അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ്. Ninth question, which of the following amino acid is ketogenic as well as glucogenic? കീറ്റോജനിക്കും ഗ്ലൂക്കോജനിക്കും ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതൊക്കെയാണ്? ഐസോല്യൂസിൻ, ഫിനൈലലാനിൻ, തൈറോസിൻ, ഓൾ. ആൻസർ ഈസ് ഓൾ. താഴെ തന്നിരിക്കുന്ന എല്ലാം തന്നെ കീറ്റോജനിക്കും ഗ്ലൂക്കോജനിക്കും ആയിട്ടുള്ള അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ്. കീറ്റോജനിക് അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി അസിറ്റേക്കോ എൻസൈം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഗ്ലൂക്കോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ടായിരിക്കും. 10th question,
The reaction given by 2 or more peptide linkages is Biuret test, Ninhydrin test, Xanthoprotease test, Pauli's test. ഏതിലാണ് പെപ്റ്റൈഡ് ലിങ്കേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ ബയോററ്റ് ടെസ്റ്റ് ആണ്. പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ പ്രസൻസിനെ കണ്ടുപിടിക്കാനായിട്ടാണ് മെയിനായിട്ട് ബയോററ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിലെ ബയോററ്റ് റിയേജൻ്റ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ പെപ്റ്റൈഡ് ബോണ്ട് പ്രസൻ്റ് ആണെങ്കിൽ വയലറ്റ് കളർ കാണിക്കും അത്. 11th question. Which of the following has a highest saponification value? താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ഹയസ്റ്റ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഉള്ളത്? ഹ്യൂമൻ ഫാറ്റ്, ബട്ടർ, കോക്കനട്ട് ഓയിൽ, മിൽക്ക്. ആൻസർ ഈസ് കോക്കനട്ട് ഓയിലാണ്. സാപ്പോണിഫിക്കേഷൻ വാല്യൂ എപ്പോഴാണോ കൂടുന്നത് ആ സമയത്ത് ഫാറ്റി ആസിഡിൻ്റെ ലെങ്ത് ഒക്കെ കുറവായിരിക്കും. 12th question. The nitrogenous base present in lecithin. ലെസിത്തീനിൽ പ്രസൻ്റ് ആയിട്ടുള്ള നൈട്രോജനസ് ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ കോളിൻ, എത്തിനോളമൈൻ, ഇനോസിറ്റോൾ, സെറിൻ. ആൻസർ ഈസ് കോളിൻ ആണ്. Which of the following amino acid does not have isomer? താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമിനോ ആസിഡിനാണ് ഐസോമർ ഇല്ലാത്തത്? എക്സാമ്പിൾ ഡ്യൂസിൻ, ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ. ആൻസർ ഈസ് ഗ്ലൈസിൻ. ഐസോമർ എന്ന് വെച്ചാൽ സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, പക്ഷേ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. The number of double bond in അരാക്കിഡോണിക് ആസിഡ്. എത്ര ഡബിൾ ബോണ്ടാണ് അരാക്കിഡോണിക് ആസിഡിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 1, 2, 3, 4. ആൻസർ ഈസ് 4. 4 ഡബിൾ ബോണ്ട്സ് ആണ് അരാക്കിഡോണിക് ആസിഡിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. Which of the following amino acid is a ketogenic? കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണെന്ന്? ഓപ്ഷൻ ല്യൂസിൻ, ലൈസിൻ, ബോത്ത് എ ആൻഡ് ബി, ഐസോലൂസിൻ. ആൻസർ ഈസ് ല്യൂസിനും ലൈസിനും ആണ് കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. One of the following is an amphipathic lipid. താഴെ തന്നിരിക്കുന്നതിൽ ആംഫിപ്പതിക് ആയിട്ടുള്ള ലിപ്പിഡ് ഏതാണെന്ന്? ഫോസ്ഫോലിപ്പിഡ്, ഫാറ്റി ആസിഡ്, ബൈൽ സാൾട്ട്, ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഈസ് ഫോസ്ഫോലിപ്പിഡ്. ഇതാണ് ആംഫിപ്പതിക് ആയിട്ടുള്ള ലിപ്പിഡിൻ്റെ എക്സാമ്പിൾ, ഫോസ്ഫോലിപ്പിഡ്. 17th question. Which of the following amino acid is a glucogenic? താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമിനോ ആസിഡാണ് ഗ്ലൂക്കോജനിക് ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ അലാനിൻ, ആസ്പാർട്ടേറ്റ്, ഗ്ലൈസിൻ, ഓൾ. ആൻസർ ഈസ് ഓൾ. താഴെ തന്നിരിക്കുന്ന അലാനിനും ആസ്പാർട്ടേറ്റും ഗ്ലൈസിനും എല്ലാതും തന്നെ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡിന് എക്സാമ്പിളാണ്. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. 18th question. The amino acid which are sweet. സ്വീറ്റ് ടേസ്റ്റുള്ള അമിനോ ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഗ്ലൈസിൻ, അലാനിൻ, ഗ്ലൂട്ടാമിൻ, ഓൾ. ആൻസർ ഈസ് ഓൾ. ഗ്ലൈസിനും അലാനിനും ഗ്ലൂട്ടാമിനും സ്വീറ്റ് ടേസ്റ്റ് ആണ് ഉള്ളത്. Which of the following amino acid tasteless? ഏത് അമിനോ ആസിഡാണ് ടേസ്റ്റ്ലെസ് ആയിട്ടുള്ളത്? ഐസോലൂസിൻ, ഫിനൈലലാനിൻ, തൈറോസിൻ, ല്യൂസിൻ. ല്യൂസിൻ ആണ് ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള അമിനോ ആസിഡ്. 20th question. The carbohydrate reserved in human body is. കാർബോഹൈഡ്രേറ്റ് ഹ്യൂമൻ ബോഡിയിൽ എന്ത് ഫോമിലാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്? സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ബോത്ത്, നൺ ഓഫ് ദി എബവ്. ആൻസർ ഈസ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് ഹ്യൂമൻ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. 21st question. One of the following is the most important essential fatty acid in the diet. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഡയറ്റിലുള്ളത്? ലിനോലെയിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, ഒലെയിക് ആസിഡ്, നൺ ഓഫ് ദി എബവ്. ആൻസർ ഈസ് ലിനോലെയിക് ആസിഡ്. നമ്മുടെ ആവശ്യമുള്ള 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്
എസെൻഷ്യൽ ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ലിനോലേയിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, അരാക്കിഡോണിക് ആസിഡ്. 22nd question, which of the following is a protein hormone? താഴെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീൻ ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഓക്സിറ്റോസിൻ, ഓൾ. ആൻസർ ഇസ് ഓൾ. എല്ലാതും തന്നെ പ്രോട്ടീൻ ഹോർമോൺസിന് എക്സാമ്പിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.